ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമുക്ക് ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും ശത്രുതയുണ്ടോ, എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത നമുക്ക് ആ വചനഭാഗം വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. അതായത് സംഭവം ഇതാണ്, പൗലോസും സീലാസും കൂടെ പ്രാർത്ഥിക്കാൻ പോകുക. ആ പോകുന്ന സമയത്ത് അവരൊരു അടിമ പെൺകുട്ടിയെ കണ്ടു. എന്താണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൾ ഭാവി ഫലം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവൾ ഭാവി പ്രവചിക്കുന്നു, അതനുസരിച്ച് ചിലതൊക്കെ നടക്കുന്നു. അപ്പോൾ ആളുകൾ ഓടിക്കൂടുന്നു. അപ്പോൾ അവരുടെ യജമാനൻ അവളെ വെച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഭാവി പറഞ്ഞ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഓക്കെ, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. പൗലോസും സീലാസും പോകുന്ന കണ്ടപ്പോൾ ഭാവി പറയുന്ന ഈ പെൺകുട്ടി ഓടി അവരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഈ മനുഷ്യർ അത്യുന്നത ദൈവത്തിൻ്റെ മനുഷ്യരാണെന്നുള്ളത്. അപ്പോൾ സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്യുന്നത ദൈവത്തിൻ്റെ ദാസരാണെന്നുള്ളത്. എന്നിട്ട് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഇവള് പ്രവചിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. പൗലോസിനെ കുറിച്ചും സീലാസിനെ കുറിച്ചും അവരുടെ കൂടെയുള്ള മറ്റുള്ളവരെ കുറിച്ചുമാണ് പറയുന്നത്. ഈ പെൺകുട്ടി പറയുന്ന ഇതാണ്, ഈ മനുഷ്യർ അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരാണ്, അവർ നിങ്ങളുടെ രക്ഷ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. ഒന്നും രണ്ടും ദിവസമല്ല, ഇത് സംഭവം നടക്കുന്നത് ഫിലിപ്പിയിലാണ്. ഫിലിപ്പിയിൽ ഈ പൗലോസ് അപ്പസ്തോലൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം അവളിങ്ങനെ പിന്നാലെ വന്ന് ഇവനെക്കുറിച്ച് നല്ലതാ പറയുന്നത്, മോശമൊന്നും പറയുന്നില്ല. ഇത് പൗലോസും കൂട്ടരും ഇവര് അത്യുന്നത ദൈവത്തിന്റെ ദാസരാണ്, ഇവര് നിങ്ങളുടെ രക്ഷയാണ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവിടെയാണ് വചനം. അവൻ തിരിഞ്ഞ് നിക്ക് അവിടെയാണ് വചനം കിടക്കുന്നത്. ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്, ആണോ? അതെ. പക്ഷെ അത് കേട്ടപ്പോ പൗലോസിനെ അത് അസ്വസ്ഥപ്പെടുത്തി. എന്നിട്ട് അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അവളിൽ ഒരു ദുഷ്ടാത്മാവ് ഉണ്ടെന്ന് പൗലോസ് തിരിച്ചറിയുക. അവള് പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാച. ഇത് പിന്നെ ഇവൻ്റെ പുറകെ പറഞ്ഞുകൊണ്ട് വരിക. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. മോശം കാര്യമാണ് പറഞ്ഞെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ടോ? നമ്മുടെ പിന്നാലെ നമ്മൾ നാടൻ ഭാഷയെ പറയും, ചൊറിഞ്ഞുകൊണ്ട് വരിക എന്ന് പറയും അല്ലേ? നമ്മുടെ പിന്നാലെ ഒരാളിങ്ങനെ തന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് തന്നെ ദേഷ്യം വരും. നെഗറ്റീവ് കാര്യമാണെങ്കിൽ. പോസിറ്റീവ് കാര്യമാണെങ്കിൽ അത്ര ദേഷ്യം വരുമോ? ഇല്ലെന്ന് എനിക്ക് തോന്നണേ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രസംഗം എന്ത് സൂപ്പർ പ്രസംഗമാണ് അച്ഛാ, നന്നായിരിക്കും അച്ഛാ പറഞ്ഞത് ഞാൻ എൻ്റെ സ്പീഡ് ഇത്തിരി കുറയ്ക്കും, കുറച്ച് നേരം അവിടെ പറഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ ഇത് കുറേ നേരം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് നമ്മളെ ആക്കി പറയണതാണല്ലോ, അല്ലേ? അപ്പം നല്ല കാര്യമാണേലും നോക്കിയേ പറയാവുള്ളൂ. വലത്തേറെ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവളിലുള്ളത് ഒരു ദുഷ്ടാത്മാവാണെന്ന്. ആ ദുഷ്ടാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ പൗലോസ് ശാസിച്ച് പുറത്ത് ചാടിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടി മോശക്കാരി ആയതുകൊണ്ടല്ല, മറിച്ച് പൗലോസിനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിയിൽ കുടികൊള്ളുന്ന ദുരാത്മാവാണ്. ആ പെൺകുട്ടിയല്ല പൗലോസിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്, പിന്നെയോ ആ പെൺകുട്ടിയിൽ കുടികൊള്ളുന്ന ദുരാത്മാവാണ് പൗലോസിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള ആത്മീയ പക്വത ആർക്കുണ്ട്? പൗലോസിനുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പം തന്നെ ആ തിന്മയുടെ ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറത്തേടിക്കുക. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 23
3-ാമത്തെ വചനത്തിൽ നമ്മൾ മറ്റൊരു സംഭവം കണ്ടുമുട്ടുന്നുണ്ട്. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്റെ മുൻപിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. കണ്ടോ, പത്രോസിന്റെ നേരെ തിരിഞ്ഞിട്ട് യേശു പറയുമോ എന്ത്? പറ്റിയപ്പോ നമ്മുടെ നേരൊക്കെ തിരിഞ്ഞിട്ട് എന്താവോ പറയാൻ പോണേ കർത്താവേ. അമ്മച്ചിയെ, പത്രോസിനെ നോക്കിയിട്ട് യേശു സാത്താനെ എന്ന് വിളിച്ചെങ്കിൽ നമ്മൾ നോക്കിയിട്ട് എന്ത് വിളിക്കാവോ? ചിന്തിക്കണ്ട, ചിന്തിച്ച ടെൻഷൻ അടിക്കാൻ തുടങ്ങുമോ? ഹല്ലേലൂയ. പത്രോസ് യേശുവിന്റെ മുന്നിൽ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുക. യേശു തൻ്റെ രക്ഷാകര ദൗത്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. നല്ല കാര്യമാണ് പറഞ്ഞത് പത്രോസ്, അല്ലേ? യേശുവിനെതിരായിട്ടൊന്നും അല്ല പത്രോസ് പറഞ്ഞത്. പത്രോസ് പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ ആ നല്ല കാര്യം ഇപ്പൊ നല്ല കാര്യം അല്ല. ആ നല്ല കാര്യം ഇപ്പൊ നല്ല കാര്യമല്ല. അതുകൊണ്ട് യേശു പറയുക, സാത്താനെ ദൂരെ പോ, നിന്റെ ചിന്ത ദൈവികമല്ല. അവിടെയും പത്രോസിനെ അല്ല ദൈവം ശാസിക്കുന്നത്, പിന്നെയോ പത്രോസിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്ന സാത്താനെയാണ് കർത്താവ് ശാസിച്ചത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തിനാ ഈ 2 വചനഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എടുത്തു വെച്ചതെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടില്, നമ്മുടെ സാഹചര്യത്തില്, നമ്മുടെ കുടുംബത്തില് ചില സമയങ്ങളെങ്കിലും ചിലപ്പോൾ നല്ലത് പറഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ മോശം പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തികളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. കാരണം എല്ലാ മനുഷ്യർക്കും സാധാരണ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകുക സ്വാഭാവികമാണ്. എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊക്കെ മനുഷ്യരാണ്. എല്ലാവരും ഇപ്പം ഞാൻ പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അയാൾ പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതികരണം എന്താണ്? ഇപ്പം വീട്ടിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മക്കളൊരു കാര്യം പറഞ്ഞു, അപ്പൻ അമ്മ, അമ്മായിപ്പൻ അമ്മായിമ്മ ഒരു കാര്യം പറഞ്ഞു, എല്ലാം പറയാറുണ്ടോ? ചിലർ എൻ്റെ അച്ഛാ പറഞ്ഞത് കേട്ട് കേട്ട് മടുത്തു, അതുകൊണ്ട് ഇപ്പം ചിലർ ഒന്നും മിണ്ടാണ്ടിരിക്കുക. ഒന്നും മിണ്ടാണ്ടിരുന്നാലും വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആകെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എടുത്തു വയ്ക്കും, പാത്രം കഴുകി വയ്ക്കും, കണ്ടു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് സംസാരമില്ല. അത് അതിലും വലിയ പ്രശ്നമാണ്, അല്ലേ? അതെ. അപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവരോട് അസ്വസ്ഥത തോന്നും, ദേഷ്യം തോന്നും. ചിലപ്പോൾ നമ്മൾ വഴക്ക് വെച്ചുകൊണ്ട് കിടക്കും, ചിലപ്പോൾ മിണ്ടാണ്ട് നടക്കും, ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും, വായിൽ വന്നതൊക്കെ വിളിച്ച് പറയും. സാഹചര്യമോ വ്യക്തികളോ ആരാ എന്താണെന്നൊന്നും നോക്കില്ല, നമ്മൾ ചാടി പൊട്ടിത്തെറിക്കും, അല്ലേ? അല്ലേ? ഞാൻ ഈ ക്ലാസ് ഒരുങ്ങാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു, അന്നേരം ഇരുന്ന് ഒരുങ്ങിയ ക്ലാസ് ആയിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമാവധി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഉണ്ടല്ലോ മാനുഷികമായ ബലഹീനതയുണ്ട് പറയുള്ളൂ. ചില സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ, ചിലപ്പോൾ കയ്യിൽ വിട്ടുപോകും. ആ കയ്യിൽ വിട്ടുപോയ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള ചിന്ത തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കുകയാണേ, ഇത് എത്ര ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ചിന്തയാണ്, കേട്ടിട്ടുള്ള ചിന്തയാണ്. പക്ഷെ എന്നാൽ ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യം അല്ല. പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. വലതുകരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ പ്രതികരിക്കുക നമ്മുടെ സ്വാഭാവിക കാര്യമായി. നമുക്ക് ശത്രുത മുഴുവൻ ഇരിക്കുന്നത് നമുക്കിഷ്ടമില്ലാത്തത് സംസാരിച്ചയാള്, ചെയ്തയാള്, അല്ലേ? ഇപ്പൊ വചനം നമ്മുടെ മുമ്പിലേക്ക് ഇരിക്കുക. സത്യത്തിൽ അവരല്ല പ്രശ്നക്കാര്, പിന്നെ ആരാണ് പ്രശ്നക്കാര്? അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന തിന്മയുടെ ശക്തിയാണ് പ്രശ്നക്കാരൻ, അല്ലേ? പക്ഷെ അവനോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അവനോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഉണ്ടോ? കുടിയനായ കെട്ടിയവനോട് നല്ല ദേഷ്യമുണ്ട്, ഇല്ലേ?
എപ്പോഴും ഒരു മനുഷ്യനെ ചൊറിയുന്ന വർത്തമാനം പറയുന്ന അമ്മായിമ്മയോടും ദേഷ്യമുണ്ട്, ഇല്ലേ? മിണ്ടാണ്ട് നടക്കുന്ന മരുമകളോടും ദേഷ്യമുണ്ട്. നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറാത്ത പള്ളിയിൽ അച്ഛനോടും ദേഷ്യമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നാട്ടിൽ പറഞ്ഞു പരത്തുന്ന അയൽവക്കക്കാരോടും നമുക്ക് ദേഷ്യമുണ്ട്, ഇല്ലേ? ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ നിന്ന് കളിക്കുന്ന ആ പുള്ളി, ഏത് പുള്ളി? അവരോട് നമുക്ക് വല്ല ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യമില്ല, ഒരു ദേഷ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത് ശത്രു ആരെന്നറിയാതെയാണ്. ശത്രു ആരെന്നറിയാതെ നമ്മൾ പടവെട്ടിക്കൊണ്ടിരിക്കുക. അയലോക്കത്തെ വീട്ടിൽ, ആ വീട്ടിൽ ആട് വന്ന് നമ്മുടെ മുറ്റത്തെ ഒരു ചെടിയുടെ നാമ്പ് കടിച്ചു. ആട് കടിച്ചാൽ പിന്നെ അതോടെ തീർന്നു അത്, അല്ലേ? ആ വീട്ടിലെ ആട് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ചെടിയുടെ നാമ്പ് കടിച്ചു. നമ്മൾ ഇപ്പുറത്തെ വീട്ടിലെ ആടിനെ തല്ലിക്കൊന്നാലോ? എങ്ങനെയുണ്ട്? ശത്രു ആരെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ ശത്രുവിനെതിരെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട കാര്യം, ഞാനും അതെ, നിങ്ങളും അതെ, നമുക്കൊക്കെ നമ്മുടെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് ആര് വന്നാലും നമ്മൾ പ്രതികരിക്കും. നമുക്കൊക്കെ ഒരു സേഫ് സോൺ ഉണ്ട് പ്രിയമുള്ളവരെ. ആ സേഫ് സോണിലേക്ക് ആരും കടന്നു വരാത്തത് കൊണ്ടാണ്, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരാത്തത് കൊണ്ടാണ് ചിലർ പറയണത്, ഓ ഞാൻ വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് പോകണ്ട അച്ഛാ, ആരോടും അങ്ങനെ വലിയ അടിപിടിക്കൊന്നും പോണില്ല അച്ഛാ എന്ന് നമ്മൾ പറയണത് നമ്മുടെ ആ സുരക്ഷിത പരിധിക്കുള്ളിലേക്ക് അധികം ആരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരാത്തത് കൊണ്ട്. ഒന്ന് വന്ന് നോക്കട്ടെ, അപ്പം നമ്മൾ അടിപിടിക്ക് പോകുമെന്ന് മനസ്സിലാകാം. ഹല്ലേലൂയ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് നമ്മുടേതായ കുറേ ബലഹീനതകളുണ്ട്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കൊക്കെ ബലഹീനതയുണ്ട് പറയുള്ളവരെ. തൊടേണ്ടടുത്ത് തൊട്ടാൽ നമ്മളൊക്കെ പ്രതികരിക്കും. അങ്ങനെ വലിയ പ്രതികരിക്കേണ്ട സാഹചര്യം അധികം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ ഡീസൻ്റാന്ന് കരുതരുത്. സാഹചര്യം ഉണ്ടായാൽ പ്രതികരിക്കുന്ന സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. അപ്പം ഞാനും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്, നിങ്ങളും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളാണോ സത്യത്തിൽ നമ്മുടെ ശത്രുക്കൾ, അതോ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണോ? പ്രിയമുള്ളവരെ, വ്യക്തികൾ ഒരു ഉപകരണം മാത്രമാണ്. നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, അതൊരു ഉപകരണം മാത്രമാണ്. ആരുടെ കയ്യിൽ ഉപകരണം? തിന്മയുടെ കയ്യിൽ ഉപകരണം. എന്തിന്? നമ്മുടെ താളം തെറ്റിക്കാൻ, നമ്മുടെ സ്വസ്ഥത കളയാൻ, നമ്മുടെ താളം തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തിന്മയുടെ കയ്യിലെ ഒരു ആയുധമാണ്, ഒരു ഉപകരണമാണ്, ഒരു ടൂളാണിത്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് തിന്മയുടെ ശക്തികൾക്കെതിരെ ഒരു ദേഷ്യമില്ല. ഇതിനെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ പണ്ടിങ്ങനെ ആളുകൾ വന്നിട്ട് ഓരോ സങ്കടങ്ങളൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ വന്നേ. ഇപ്പം ചില അമ്മച്ചിമാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛ കുടിക്കാണ്ടിരുന്നാൽ ഇതുപോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യനില്ല അച്ഛ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ പുള്ളിക്കാരന് വലിയ സ്നേഹമൊക്കെ, അച്ഛ കുടിക്കാണ്ടിരുന്നാൽ ഇതുപോലൊരു മനുഷ്യൻ. പക്ഷെ കുടിച്ചു കഴിഞ്ഞ ഇതുപോലൊരു മനുഷ്യൻ. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറയുന്നതിൻ്റെ അകത്തുണ്ട്. കുടിച്ചില്ലെങ്കിൽ നല്ല മനുഷ്യനാ, കുടിച്ച തലയ്ക്ക് ലെക്ക് ഇട്ട് കഴിയുമ്പോൾ എന്താ പറയണത്, എന്താ ചെയ്യണമെന്ന് രക്തം പിടിയില്ല. അപ്പം ആ വ്യക്തിയെ കൊണ്ട് തിന്മ ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓർക്കേണ്ട കാര്യം പറയുള്ളവരെ, മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായിട്ട് നല്ലവരാണ്. എന്താ ഞാൻ പറഞ്ഞേ? മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായിട്ട് നല്ലവരാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അടിസ്ഥാനപരമായിട്ട് നല്ല മനുഷ്യരാണ്. ആണോ? കാരണം നമ്മളൊക്കെ ദൈവത്തിൻ്റെ, ഒന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, രണ്ട് ദൈവത്തിൻ്റെ മക്കളാണ്, മൂന്ന് ദൈവത്തിൻ്റെ ഛായയും സദൃശവും പേറുന്നവരാണ്. ആണോ? നാലാമത്തെ കാര്യം, ദൈവം നന്മയായിട്ടുള്ളതേ സൃഷ്ടിച്ചിട്ടുള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്നവർ. കാരണം അവരെ കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷെ കുറേ പേര് ഇരിപ്പുണ്ടെന്നറിയാം. നിങ്ങളെയും ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്.
അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും നല്ലവരാണ്. ഇനി ആര് ചോദിച്ചാലും പറഞ്ഞോളാം നമ്മൾ നല്ലവരാ കേട്ടോ. ചിലപ്പോൾ സ്വഭാവം ഇത്തിരി മാറുമെന്നുള്ളൂ, പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇതാണ് പ്രിയമുള്ളേ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ലോകത്തിൻ്റെ സ്വാധീനങ്ങൾക്ക് വശമതരായി പോയി കഴിയുമ്പോൾ ഈ നമ്മളിലെ നന്മ പതുക്കെ കുറഞ്ഞിട്ട് തിന്മ പതുക്കെ കയറാൻ തുടങ്ങും. തിന്മ നമ്മളിലേക്ക് കയറാൻ തുടങ്ങിയ ഇവന് പിന്നെ ഇരിക്കപ്രതിയില്ല. ഈവൻ മറ്റുള്ളവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ പടവെട്ടേണ്ടത് നാരകീയ ശക്തികൾക്ക് എതിരെയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് സങ്കീർത്തനം 107:16 വചനം കേട്ടോ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സങ്കീർത്തനം 107:16 തിരുവചനം. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പ് ഓടാമ്പലുകളെ ഒടിക്കുന്നു. സങ്കീർത്തനം 107:16 തിരുവചനം. സങ്കീർത്തനം 107:16 തിരുവചനം. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ, കുടുംബ ബന്ധങ്ങളുടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന തിന്മയുടെ കെട്ടുകൾ, തിന്മയുടെ ബന്ധനങ്ങൾ സങ്കീർത്തനം 107:16 അഭിഷേകത്തിൽ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൽ, കൂടപ്പിറപ്പ് ബന്ധത്തിൽ, അയൽ ബന്ധങ്ങളിൽ വന്നു പോകുന്ന ഏതെങ്കിലും തിന്മയുടെ ബന്ധനങ്ങളുണ്ടെങ്കിൽ ആ ബന്ധനങ്ങൾ സങ്കീർത്തനം 107:16 വചനത്തിൻ്റെ അഭിഷേകത്താൽ തകർന്നു പോകട്ടെ. യേശുവിൻ്റെ വചനം അഭിഷേകം കൊണ്ട് ഞങ്ങളെ പൊതിയട്ടെ, ഞങ്ങളുടെ കുടുംബത്തെ പൊതിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശക്തിയോടൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.